ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വാൾ ഡെക്കറായിട്ടാണ്. ഒരു ക്രാഫ്റ്റ് ഐറ്റം കൂടിയാണിത്. അപ്പോൾ ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ്. കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഈ ഒരു വാൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: വൈറ്റ് സിമൻറ്റ് വേണം, ഫെവിക്കോൾ വേണം, ഒരു കാർഡ്ബോർഡ് പീസ് വേണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, വലിയ സൈസാണെങ്കിൽ വലിയ സൈസ്, ചെറുതാണെങ്കിൽ ചെറുത്, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളെടുക്കുക. പിന്നെ ആ ഒരു കത്തി പോലത്തെ ആ ഒരു ടൈപ്പ് സാധനം ഉണ്ടെങ്കിൽ അതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ, നമ്മളെ നോർമൽ കത്തിയൊക്കെ ഇല്ലേ, അതിൻ്റെ ആ ഒരു അറ്റം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ചിത്രത്തിന് കണക്കായിട്ടുള്ള ആ ഒരു ഷേപ്പ് നമ്മൾ ആ കാർഡ്ബോർഡിൽ ആദ്യം വരച്ച് വെക്കുക എന്നാദ്യം ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ ഈ സംഭവം, ഈ ഒരു വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ വരച്ച് വെക്കണം. അതിനുശേഷം മാത്രം വൈറ്റ് സിമെൻറ്റ് കുഴച്ച് സെറ്റാക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇത് വരച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അത് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം വരച്ചൊക്കെ സെറ്റായതിന് ശേഷം മാത്രം വൈറ്റ് സിമെൻറ്റ് നമ്മൾ മിക്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇപ്പം വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ഫെവിക്കോളും അതിൻ്റെ കൂടെ അതിൻ്റെ തന്നെ ഈക്വൽ എമൗണ്ട് വെള്ളവും കൂടി ആഡ് ചെയ്തതിന് ശേഷം ആ ഒരു മിക്സാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ആക്രിലിക് പെയിൻറ്റ് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിലും വൈറ്റ് സിമെൻറ്റ് ഡ്രൈ ആകുമ്പോൾ നല്ല വൈറ്റ് കളർ തന്നെ ആയിരിക്കും. അപ്പോൾ ഫെവിക്കോളും വെള്ളം കൂടി ഈക്വൽ എമൗണ്ടിൽ ആഡ് ചെയ്തിട്ട് ആ ഒരു മിക്സ്, ആ ഒരു വെള്ളം കൊണ്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ആ ഒരു കത്തി പോലത്തെ ടൈപ്പ് സാധനം വെച്ചിട്ട് നമ്മളെല്ലാം ആ ഒരു പൂവിൻ്റെയൊക്കെ അതുണ്ട് ആ ഒരു ഷേപ്പിൽ കംപ്ലീറ്റ് ആ ചിറക് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ടൂൾ കൊണ്ട് ഞാനും ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫസ്റ്റ് ടൈമൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചൊക്കെ ഒരു ക്ഷമയോടെ സമയമെടുത്ത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മളെ മിക്സ് നല്ല ഉള്ളിൽ അധികം ഗ്രിപ്പൊന്നും ഇല്ലാണ്ട് നല്ല നൈസായിട്ടുള്ള ഒരു മിക്സ് തന്നെ ആയിരിക്കണം. ഉള്ളിൽ ആ വൈറ്റ് സിമെൻറ്റിൻ്റെ കട്ട പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ഈ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്രമേ നമ്മൾ ഈ കത്തി വെച്ചിട്ട് ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. എനിക്കിവിടെ പറ്റിയൊരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വൈറ്റ് സിമെൻറ്റ് കുറച്ചൊന്ന് കട്ടയായിപ്പോയി, കാറ്റടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഗ്രിപ്പ് എനിക്ക് കുറേയൊന്നും കളയാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഒരുപാട് ഞാൻ ശ്രമിച്ചു, പക്ഷേ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു, റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാധനം എന്താണെന്നുള്ളത്, അത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഈ ടിന്ന് കോള, പെപ്സി അങ്ങനത്തെ ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സാധനം വലിച്ചിങ്ങനെ ഊരാറില്ലേ, ഒരു മെറ്റലിൻ്റെ ആ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചൊരു ഷേപ്പിന് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ, പക്ഷേ കുഴപ്പമൊന്നുമില്ല. പിന്നെ പക്ഷീൻ്റെ ചിറകൊക്കെ ആകുമ്പം എല്ലാം പെർഫെക്റ്റ് ഇന്ന ഷേപ്പ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു ഇത് ഓക്കെ ആണെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ കത്തീൻ്റെ അറ്റം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് ഡ്രൈ ആവാൻ വെക്കണം എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. എന്ന് വെച്ചിട്ട് നല്ല വെയിലത്തൊന്നും കൊണ്ട് വെക്കരുത്, പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചിറകിന് ഏത് ഡയറക്ഷനിൽ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ടൊക്കെ നിങ്ങൾ ആ ഒരു ഡിസൈൻ നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മിക്സ് ആക്കി അത് സമയം കൂടുന്തോറും അത് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോരോ ഡ്രോപ്സ് വെച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് അത് സെറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രം ഇങ്ങനെ ചെയ്യാൻ നോക്കുക. ഇതൊക്കെ ആയതിന് ശേഷം നമ്മൾ ആ ഒരു പക്ഷീൻ്റെ ബോഡി ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യം നമ്മൾ ഫെവിക്കോൾ എടുത്തിട്ട് കുറച്ചൊന്ന് ആ കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ബോഡിക്ക് കണക്കായിട്ടുള്ള വൈറ്റ് സിമെൻറ്റ് എടുത്ത് അതൊന്ന് സെറ്റ് ചെയ്യുക.
ഈ ഒരു സമയത്ത് നമ്മൾ പീസായിട്ടുള്ള ഭാഗങ്ങളാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരുമിച്ചാക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സെപ്പറേറ്റ് കിടക്കുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും. അപ്പം പിന്നെ അതൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കുക. കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു നല്ല ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈൽസിൻ്റെ പീസൊക്കെ ഉണ്ടാവില്ലേ, അതും നല്ല രീതിയിൽ നമുക്ക് മിനുസം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ അതിൻ്റെ ചുണ്ടൊക്കെ വെച്ച് കൊടുക്കുന്ന ആ ഒരു സമയത്ത് അത് ഒരു തലയായിട്ട് ആ ഒരു ഭാഗമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചിട്ട്. അപ്പോൾ ചിറകൊക്കെ വരുന്ന ഭാഗം ആ ഒരു ബോഡി ഭാഗത്തും ആ ഒരു ഡിസൈനൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരിക്കും. ഈ ഒരു കത്തിയൊക്കെ ഞാൻ ഇന്നലെ വാങ്ങിച്ചതായിരുന്നു. ഇവിടെ ഈ ഒരു കത്തിക്ക് 12 ദിർഹംസായി, ഏകദേശം 240 രൂപ. കുഴപ്പമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇനി ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കളറൊക്കെ സെറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. നീല, പച്ചയാണെങ്കിൽ പച്ച, അതെനിക്ക് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. നല്ല അട്രാക്റ്റീവ് കളർ വൈറ്റുമായിട്ട് കോമ്പിനേഷൻ ഏതാണോ അത് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ഈ ഒരു പക്ഷീൻ്റെ ബാക്കി ഭാഗങ്ങളിലൊന്നും നമ്മൾ ഒരിക്കലും വേറെ കളർ കൊടുക്കാൻ നോക്കുന്നില്ല. അപ്പോൾ ആ ഒരു വൈറ്റുമായിട്ട് കോമ്പിനേറ്റായിട്ട് നിൽക്കുന്ന കോമ്പിനേഷനുള്ള കളർ ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് ആ ഒരു അട്രാക്ഷൻ കിട്ടുള്ളൂ. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ. പക്ഷേ കുറച്ച് സമയം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഡ്രൈ ആയി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം മാത്രമാണ് നമുക്കിതിനെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. ബാക്കിയൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കണ്ണിൻ്റെ അടുത്ത് ഞാനൊരു ചെറിയ റോള് വൈറ്റ് സിമെൻറ്റ് ആക്കിയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പ്രത്യേകം ഒരു കണ്ണിൻ്റെ ഉള്ളിലത്തെ ഭാഗം വൈറ്റൊക്കെ ആഡ് ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഏകദേശം നമ്മളെ ഫിനിഷിങ് സ്റ്റേജിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വാൾ ഡെക്കറായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള സാധനം. അപ്പോൾ വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല അട്രാക്റ്റീവാണ്. കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു വൈറ്റ് സിമെൻ്റൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഗ്ലൗസോ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നോക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വലിയ ആൾക്കാരത് ചെയ്ത് കൊടുത്താലും മതി. ബാക്കി കളറും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാനിപ്പോൾ വൈറ്റ് സിമെൻ്റൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി എൻ്റെ കൈ തന്നെ യൂസ് ചെയ്യാൻ കാരണം എനിക്കതുകൊണ്ട് ഒരു നെഗറ്റീവ് റിസൾട്ടൊന്നുമില്ല. എനിക്കത് ഒരു വേറെ പ്രശ്നമായിട്ടൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ കൈ തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളതുപോലെ നോക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അത് പ്രശ്നം ഉണ്ടോയെന്നില്ല, സ്കിന്നിന് പ്രശ്നം ഉണ്ടോയെന്നുള്ളത് ആദ്യം നോക്കണം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസും ക്രാഫ്റ്റും ആർട്ടൊക്കെ ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. സീ യു.